സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കോംപ്രമൈസിന് നടികൾ തയ്യാറാകണം. പ്രത്യേകിച്ചും പുതുമുഖ നടികൾ. അന്നും ഇന്നും അക്കാലത്തും ഇക്കാലത്തും സിനിമയുടെ തുടക്കകാലത്തും ഇക്കാലത്തും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ഒരു നടിയുണ്ട് മലയാളത്തിൽ. നടിയുണ്ടായിരുന്നു മലയാള സിനിമയിൽ. ആ നടിക്ക് ഒരു ചരിത്രവും ഉണ്ടായിരുന്നു, ഒരു പാരമ്പര്യവും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും യുക്തിവാദിയുമായ മജീഷ്യൻ ഭാഗ്യനാഥിന്റെയും സുലോചനയുടെയും മകൾ വിധുബാല. വിധുബാലയുടെ സഹോദരൻ പ്രശസ്ത ഛായാഗ്രാഹകൻ മധു അമ്പാട്ട്. സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് വിധുബാല അരങ്ങേറ്റം കുറിക്കുന്നത്. മജീഷ്യൻ ഭാഗ്യനാഥിന് സിനിമയിലുള്ള ബന്ധങ്ങൾ വിധുബാലയ്ക്ക് മുതൽക്കൂട്ടായി മാറി. വിധുബാല അഭിനയത്തെ കണ്ടത് ഒരു പാഷനായിട്ടായിരുന്നു. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അവർ അഭിനയം ആഘോഷിച്ചു. ഗൃഹസ്ഥയാകാൻ തീരുമാനിച്ചപ്പോൾ അഭിനയം ഉപേക്ഷിച്ചു. പിന്നീട് സിനിമയിലേക്ക് അവർ മടങ്ങി വന്നതുമില്ല. പിന്നീട് TV ഷോകളിലൊക്കെ അവർ വളരെ ശ്രദ്ധേയമായി മാറി, ശ്രദ്ധേയ സാന്നിധ്യമായി മാറി. കഥയല്ലത് ജീവിതം തുടങ്ങിയ വിധുബാലയുടെ TV ഷോകൾ വളരെ ശ്രദ്ധ നേടി. സ്കൂൾ മാസ്റ്ററിൽ ബാലതാരമായി അഭിനയിച്ച വിധുബാല പിന്നീട് കുറേ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു. അതിനുശേഷം അവർ നായികാവേഷം കൈകാര്യം ചെയ്തു. പ്രേം നസീറിന്റെയും മധുവിന്റെയും സുകുമാരന്റെയും സോമന്റെയും ജയന്റെയും ഒക്കെ നായികയായി അവർ മാറി. സ്വതസിദ്ധമായ അഭിനയമായിരുന്നു അവരുടെ പ്രത്യേകത. സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് അവർ മലയാള സിനിമയെ വിസ്മയിപ്പിച്ചു. അന്നത്തെ കാലത്ത് അതിഭാവുകത്വം സിനിമയിൽ അനിവാര്യമായിരുന്നു. പക്ഷേ വിധുബാല ബിഹേവ് ചെയ്യുകയാണ് ചെയ്തത്. രണ്ട് തരത്തിൽ അഭിനയത്തെ വിശേഷിപ്പിക്കാം. ഒന്ന് ബിഹേവ് ചെയ്യുക, രണ്ട് അഭിനയിക്കുക. സത്യൻ ബിഹേവ് ചെയ്യുന്ന നടനാണ്. പ്രേം നസീർ അഭിനയിക്കുന്ന ബിഹേവ് ചെയ്യാതെ അഭിനയിക്കുന്ന നടനാണ്. മോഹൻലാൽ ബിഹേവ് ചെയ്യുന്ന നടനാണ്. മമ്മൂട്ടി ബിഹേവ് ചെയ്യുന്നതിനപ്പുറം അഭിനയത്തിലേക്ക് കടക്കുന്ന നടനാണ്. ബിഹേവ് ചെയ്യുന്നതാണോ മറ്റതാണോ യഥാർത്ഥ അഭിനയം എന്നുള്ളത്, അതിനെപ്പറ്റിയുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ വിധുബാല അതിഭാവുകത്വത്തിലേക്ക് പോകാതെ, അമിതാഭിനയത്തിലേക്ക് പോകാതെ വളരെ സൂക്ഷിച്ച് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തു. അവർ ചെയ്ത വേഷങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഭൂമി ദേവി പുഷ്പണിയായി എന്ന ചിത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിൽ പ്രതിനായികയാണ് വിധുബാല. എന്ത് മനോഹരമായിട്ടാണ് അവരാ വേഷം ചെയ്തിരിക്കുന്നത്. അഭിനിവേശം എന്ന ചിത്രം അത് മറ്റൊരു ഉദാഹരണം. ശശി ചിത്രങ്ങളിലൊക്കെ വിധുബാലയ്ക്ക് ശക്തമായ കഥാപാത്രങ്ങളാണ് ലഭിച്ചത്. സർപ്പം എന്ന ചിത്രത്തിൽ സർപ്പാരാധനയിൽ വിശ്വസിക്കുന്ന ഒരു നായികയുടെ വേഷമാണ്. അതിൽ പ്രശസ്തമായൊരു പാട്ടുണ്ട്, വാടക വീടൊഴിഞ്ഞു എന്ന പാട്ട്. ആ പാട്ട് പാടി അഭിനയിക്കുന്ന വിധുബാല വളരെ മനോഹരമായി തന്നെ ആ സീൻ കൈകാര്യം ചെയ്തു. സർപ്പത്തെ ആരാധിക്കുന്ന യുവതി സർപ്പത്തെ വെറുക്കുന്ന യുവാവുമായി വിവാഹം കഴിക്കുന്നു. പ്രേം നസീറാണ് നായകൻ. രക്തമില്ലാത്ത മനുഷ്യൻ എന്നൊരു സിനിമയുണ്ട്, JC സംവിധാനം ചെയ്ത. VT നന്ദകുമാറിന്റെ നോവലിനെ ആസ്പദമാക്കി JC സംവിധാനം ചെയ്ത രക്തമില്ലാത്ത മനുഷ്യൻ MG സോമൻ എന്ന നടന്റെ അഭിനയ പ്രാവീണ്യം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം കൂടിയാണ്. രക്തമില്ലാത്ത മനുഷ്യനിൽ ഗ്ലാമർ വേഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു വിധുബാലയ്ക്ക് ചെയ്യാൻ. പക്ഷേ അവർ ഗ്ലാമർ ചെയ്യാൻ തയ്യാറായില്ല. ഗ്ലാമർ ചെയ്യാതെ തന്നെ അവരാ വേഷം അഭിനയിച്ചു. കഥാപാത്രത്തിന് വേണ്ടി ഗ്ലാമറസ് ആകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും അവർ തയ്യാറല്ലായിരുന്നു. അതാണ് അവരുടെ പ്രത്യേകത. അതിലൊന്നും അവർ അവരുടേതായ നിലപാട് തറയിൽ ഉറച്ചു നിന്നു. അഭിനയമാണ് ബേബി സംവിധാനം ചെയ്ത, ഈ സർപ്പം സംവിധാനം ചെയ്ത, ബേബി തന്നെ സംവിധാനം ചെയ്ത അഭിനയമാണ് അവർ അഭിനയിച്ച അവസാന ചിത്രം. 1983 വിവാഹം കഴിഞ്ഞ അവർ പിന്നീട് സിനിമയിലേക്ക് വന്നില്ല. അവർ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, സിനിമ എന്നത് എനിക്ക് നേരം പോക്കായിരുന്നു. അക്കാലത്ത് ഒരു പാഷൻ, ഒരു കൗതുകം. ആ കൗതുകം ഞാൻ നന്നായി ആസ്വദിച്ചു. വീട്ടമ്മയാകുമ്പോൾ സിനിമാ നടിയാകാൻ പറ്റില്ല. കരിയറും വീട്ടമ്മയുടെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ അഭിനയം ഞാൻ ഉപേക്ഷിച്ചു. പിന്നീട് കഥയല്ലത് ജീവിതം എന്ന ആ ഒരു പരിപാടിയിൽ, അമൃത TVയിലെ ആ ഒരു പരിപാടിയിൽ വിധുബാല ഒരു രണ്ടാം വരവ് നടത്തി. വളരെ മനോഹരമായി ദമ്പതികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബിനിയായി ആ പരിപാടിയിലൂടെ അവർ മാറി.
വിധുമാല മലയാള സിനിമയ്ക്ക് അവശേഷിപ്പിച്ചത് ഒരു പിടി നല്ല കഥാപാത്രങ്ങളാണ്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി തന്നെ അവർ അഭിനയിച്ചു. അന്നത്തെ സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി അഭിനയിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി അഭിനയിക്കുമ്പോഴും സിനിമയിൽ അവരുടേതായ ഒരു ഇടം അവർ കണ്ടെത്തി. ആ ഇടത്തേക്ക് കടന്നു കയറാൻ അവരാരെയും സമ്മതിച്ചില്ല. പല ചിത്രങ്ങളിലും ഗ്ലാമർ വേഷത്തിന് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഭൂമിദേവി പുഷ്പണിയായി എന്ന ചിത്രത്തിൽ ആ പാതിരാക്കാറ്റ് വീണു തണുപ്പ് വീണു എന്ന പാട്ട്, അതിൽ ഗ്ലാമറസായി അഭിനയിക്കാൻ വിധുബാലയെ സംവിധായകൻ നിർബന്ധിച്ചു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. അത് ഗ്ലാമറായി അഭിനയിക്കാതെ തന്നെ അഭിനയത്തിലൂടെ രതിഭാവം ഉണ്ടാക്കാം എന്നവർ തെളിയിച്ചു. അങ്ങനെയുള്ള ഒരുപാട് നടിമാരുണ്ട്. അതിൽ ഒരാളാണ് വിധുബാല. വിധുബാല ഇപ്പോഴും ചാനലുകളുടെ ഷോകളിൽ ഒക്കെ സജീവമാണ്. അഭിനയ രംഗത്തേക്ക് ഇനിയൊരു മടങ്ങി വരവ് അവർക്ക് ഉണ്ടാകില്ല. കാരണം അവർ അവരുടേതായ കുടുംബജീവിതവും അവരുടേതായ സാമൂഹിക പ്രവർത്തനങ്ങളും സമൂഹ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി അവരുടേതായ ഒരു ജീവിതം കൊണ്ടാടും. ഒരു കാലത്ത് പ്രേം നസീറും മധുവും ജയനും ഒക്കെ, സുകുമാരനും സോമനും ഒക്കെ, സൂപ്പർ താരങ്ങളൊക്കെ വിധുബാലയുടെ നായകന്മാരാകാൻ ആഗ്രഹിച്ചിരുന്നു. വിഷുക്കണി എന്ന പ്രേം നസീർ വിധുബാല ചിത്രം വൻ ഹിറ്റാണ്. ആ ചിത്രത്തിൽ പ്രേം നസീറിന്റെ അക്കാലത്തെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിൽ നിന്നാണ് വിഷുക്കണി. അതിലൊക്കെ വിധുബാലയായിരുന്നു നായിക. രക്തമില്ലാത്ത മനുഷ്യൻ എം ജി സോമന് വലിയൊരു മൈലേജ് നൽകിയ ചിത്രമാണ്. എം ജി സോമൻ അതിൽ പ്രതിനായകനായി എം ജി സോമൻ പകർന്നാടിയപ്പോൾ എം ജി സോമന്റെ നായികയായി വിധുബാലയും പകർന്നാടുകയായിരുന്നു. വിധുബാലയ്ക്ക് അങ്ങനെ ഒരുപാട് നല്ല വേഷങ്ങൾ ലഭിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് ഒരു സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ഒന്നും ലഭിച്ചില്ല. അവരതിന് പ്രയത്നിച്ചതുമില്ല. കാരണം അവാർഡുകളൊന്നും അല്ലായിരുന്നു അവരുടെ സിനിമാ അഭിനയത്തിന്റെ ലക്ഷ്യം. അവർക്ക് സിനിമയോട് ഒരു പാഷൻ തോന്നി, സിനിമയിൽ അഭിനയിച്ചു. സിനിമ അഭിനയം നിർത്താൻ തീരുമാനിച്ചപ്പോൾ നിർത്തി. വളരെ സാമ്പത്തികമായ അടിത്തറയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വിധുബാല വന്നത്. വിധുബാലയുടെ അച്ഛൻ മജീഷ്യൻ ഭാഗ്യനാഥ് ഒരു കാലത്ത് യുക്തിവാദികളുടെ നേതാവായിരുന്നു. സായിബാബയെ പോലും അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം. സായിബാബ ഈ കയ്യിൽ നിന്ന് ഭസ്മം എടുക്കുന്നത് ഭാഗ്യനാഥ് ഭസ്മം എടുക്കുന്ന ആ രീതിയെ ഭാഗ്യനാഥ് വെല്ലുവിളിക്കുകയും ഭഗവാൻ സായിബാബയുമായി തെറ്റുകയും ഒക്കെ ചെയ്തതായി ഒരുപാട് കഥകൾ ഭാഗ്യനാഥിനെ പറ്റിയുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഭാഗ്യനാഥിന് മലയാള സിനിമയുമായും തമിഴ് സിനിമയുമായും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായും ഒക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത്തരമൊരു കുടുംബത്തിന്റെ അടിത്തറയിൽ നിന്ന് വന്നതുകൊണ്ടാകണം സെക്സി വേഷങ്ങൾ ചെയ്യില്ല എന്ന പിടിവാശി വിധുബാലയ്ക്ക് ഉണ്ടായിരുന്നത്.